അഞ്ജലിയുടെ ജീവിതം പുറത്തുനിന്ന് നോക്കിയാൽ തികച്ചും സന്തുഷ്ടമായിരുന്നു. പക്ഷേ സരസ്വതി അമ്മയുടെ അധികാരത്തിന്റെ ശബ്ദം ആ വീട്ടിലെ സന്തോഷത്തെ ഇല്ലാതാക്കി. ചെറിയ കാര്യങ്ങൾക്ക് പോലും അമ്മായിയമ്മ അഞ്ജലിയെ കുറ്റപ്പെടുത്തി. മാനസികമായ പീഡനങ്ങളായിരുന്നു അവിടെ നടക്കുന്നത്. എന്നിട്ടും അവൾ എല്ലാം സഹിച്ചു. രാത്രിയിലെ അത്താഴത്തിന് ശേഷം അടുക്കളയിൽ നിന്നും സരസ്വതി അമ്മ ദേഷ്യത്തോടെ ഹാളിലേക്ക് വരുന്നു. വിവേക് പത്രം വായിക്കുകയായിരുന്നു. അഞ്ജലി കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുകയായിരുന്നു. സരസ്വതി അമ്മ ഉച്ചത്തിൽ, എന്താ അഞ്ജലി, ഇത്ര നേരമായിട്ടും ഈ പാത്രങ്ങൾ ഇവിടെ കിടക്കുന്നത്? നിന്റെ ഇഷ്ടത്തിനെല്ലാം ചെയ്യാനാണോ നിന്നെ ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നത്? അമ്മേ, ഞാൻ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ തീർക്കാം അമ്മേ. സരസ്വതി അമ്മ പുച്ഛത്തോടെ, മരുന്ന്? ഇവിടെ നിന്റെ മരുന്ന് കൊടുക്കലും വീട്ടുകാര്യങ്ങളും രണ്ടാണെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? ഈ വീട്ടിൽ ഒരു ക്രമമുണ്ട്. അത് പാലിച്ചില്ലെങ്കിൽ ഇവിടെ എനിക്കും പറയാനുണ്ടാകും. വിവേക് പത്രത്തിൽ നിന്നും തലയുയർത്താതെ മടുപ്പോടെ, അമ്മേ, സാരമില്ല, അവൾ ഇപ്പോൾ ചെയ്യുമല്ലോ. സരസ്വതി അമ്മയ്ക്ക് അത് കേട്ടപ്പോ ദേഷ്യം വന്നു. നീ മിണ്ടരുത്. നിന്റെ ഭാര്യയ്ക്കൊരു ചിട്ടയില്ലെങ്കിൽ അതെന്റെ വീട്ടിലെ ചിട്ടയെ ബാധിക്കും. ഞാൻ ഈ വീട്ടിൽ എന്റെ മകനെ വളർത്തിയതാണ്. അവനെ എങ്ങനെ നോക്കണം, ഈ വീട് എങ്ങനെ ഭരിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിന്റെ ഇഷ്ടത്തിന് ഇവിടെ ഒന്നും നടക്കില്ല. അഞ്ജലി കണ്ണീരടക്കാൻ ശ്രമിച്ചുകൊണ്ട്, അമ്മേ, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തിനാണ് എല്ലാ കാര്യത്തിലും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഞാനൊരു മനുഷ്യ സ്ത്രീയല്ലേ, എനിക്കുമില്ലേ അഭിമാനം? സരസ്വതി അമ്മ പുച്ഛത്തോടെ ചിരിക്കുന്നു. അഭിമാനം? നിനക്ക് എന്ത് അഭിമാനമാണ് നിനക്കുള്ളത്? ഈ വീട്ടിൽ വന്ന് സുഖമായി ജീവിക്കുന്നു. എന്റെ മകന്റെ പണം കൊണ്ടാണ് നീയും നിന്റെ മക്കളും കഴിയുന്നത്. ഇതൊന്നും നിന്നോടാരും പറഞ്ഞു തരുന്നില്ലെങ്കിൽ ഞാൻ പറയും. നിനക്കൊരു ചിട്ടയുമില്ല. വിവേക് പത്രത്തിൽ നിന്നും തലയുയർത്താതെ മടുപ്പോടെ, അമ്മേ, മതിയാക്ക്. എന്തിനാണ് ഇത്ര പ്രശ്നമുണ്ടാക്കുന്നത്? സരസ്വതി അമ്മ ദേഷ്യത്തോടെ വിവേകിനോട്, നീ മിണ്ടരുത്. നീയാണ് ഇതിനൊക്കെ കാരണം. ഇവൾക്ക് നീയാണ് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. നീയാണ് ഇവളുടെ പക്ഷം ചേരുന്നത്. നീ എന്റെ മകൻ തന്നെയാണോ? ഈ ചോദ്യം കേട്ട് വിവേക് ഞെട്ടുന്നു. അയാൾ നിസ്സഹായനായി അമ്മയുടെ മുഖത്ത് നോക്കി. അഞ്ജലി നിറ കണ്ണുകളോടെ, വിവേകേട്ടാ, നിങ്ങൾ ഒരു വാക്കു പറയണം. ഞാൻ എന്റെ വീട്ടിലായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ കേൾക്കേണ്ടി വരില്ലായിരുന്നു. ഈ വീട് ആരുടേതാണ്? എന്റെ കൂടിയല്ലേ ഇത്? സരസ്വതി അമ്മയുടെ ദേഷ്യം കണ്ടു ഭയന്ന് അഞ്ജലിയെ നോക്കാതെ, അഞ്ജലി, നീ പോയി ബാക്കിയുള്ള പാത്രങ്ങൾ എടുത്തു വെക്ക്. വെറുതെ അമ്മയെ വിഷമിപ്പിക്കാതെ. നീയല്ലേ തെറ്റ് ചെയ്തത്? വിവേകിന്റെ ആ വാക്കുകൾ അവളെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. അവന്റെ കണ്ണുകളിൽ അവൾ വീണ്ടും സഹായത്തിനായി നോക്കി. പക്ഷെ ആ നോട്ടം അവൻ കണ്ടില്ലെന്ന് നടിച്ചു. അഞ്ജലി കണ്ണീർ തുടയ്ക്കാതെ നിശബ്ദമായി തിരിഞ്ഞ് കുട്ടികൾ ഉറങ്ങുന്ന മുറിയിലേക്ക് നടന്നു. വാതിൽ ശക്തിയായി അടയ്ക്കുന്ന ശബ്ദം കേട്ട് വിവേകും സരസ്വതി അമ്മയും പരസ്പരം നോക്കി. വിവേകിന്റെ മുഖത്ത് ആദ്യമായി ഒരു കുറ്റബോധം നിഴലിച്ചു. നീയല്ലേ തെറ്റ് ചെയ്തത് എന്ന വിവേകിന്റെ മറുപടി അഞ്ജലിയുടെ ഹൃദയം നുറുക്കി. ഭർത്താവ് തന്റെ ആത്മാഭിമാനത്തെ പൂർണ്ണമായി തകർത്തു എന്ന് അവൾ തിരിച്ചറിഞ്ഞു. ആ രാത്രി അവൾ ഒരു തീരുമാനമെടുത്തു. ഞാൻ ഇനി ഒരു നിഴലായി ഇവിടെ ജീവിക്കില്ല. ആ രാത്രി ഉറങ്ങുന്ന മക്കളെയും ചെറിയൊരു ബാഗുമായി രഹസ്യമായി വാതിൽ തുറന്ന് അഞ്ജലി പുറത്തേക്കിറങ്ങി. എവിടേക്കെന്നില്ലാതെ, കയ്യിൽ കുറച്ചു പണം മാത്രം. സ്വന്തം മക്കളെ ഈ വിഷാദത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരമ്മയെടുത്ത സാഹസികമായ തീരുമാനം. ആ രാത്രി അഞ്ജലിക്ക് വെളിച്ചമുണ്ടായിരുന്നില്ല. ഭർത്താവിൽ നിന്നുള്ള പിന്തുണയോ വെളിച്ചമോ തന്റെ ഭാവിയെക്കുറിച്ചുള്ള ഉറപ്പോ ഒന്നുമില്ലായിരുന്നു. വാതിൽ പതുക്കെ അടയ്ക്കുമ്പോൾ അവൾ ഒരു നിമിഷം തിരിഞ്ഞു നോക്കി. സന്തോഷമില്ലാത്ത ആ വീടിന്റെ ഇരുൾ നിറഞ്ഞ നിഴൽ മാത്രമായിരുന്നു അവൾ കണ്ടത്. അവൾ തന്റെ രണ്ടു മക്കളെയും ചേർത്തു പിടിച്ചു. തന്റെ ഭയം ആ കുഞ്ഞുങ്ങളെ അറിയിക്കാതിരിക്കാൻ അവൾ നന്നേ പാടുപെട്ടു. അവൾക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഒന്നുറപ്പായിരുന്നു, ഇനി ആ വീട്ടിലേക്ക് മടങ്ങാൻ കഴിയില്ല. ഓരോ ചുവടിലും അവൾ തന്നോട് തന്നെ പറഞ്ഞു, ഞാൻ തോൽക്കില്ല. എന്റെ മക്കൾക്ക് വേണ്ടി ഞാനൊരു നല്ല ലോകമുണ്ടാക്കും. കനത്ത ഇരുട്ടിൽ ആ അമ്മയും മക്കളും ഒറ്റപ്പെട്ടു. തന്റെ ആത്മാഭിമാനവും മക്കളുടെ സുരക്ഷയും മാത്രം കൈമുതലാക്കി അവൾ ആ തെരുവിലൂടെ നടന്നു നീങ്ങി. അറിയാത്ത നഗരത്തിൽ ഒരു ചെറിയ വാടക വീട്ടിൽ അവൾ ജീവിതം തുടങ്ങി. ഒരു വീട്ടമ്മയുടെ ഏറ്റവും വലിയ കഴിവ് പാചകമാണ്. അവൾ അതിനെ തന്റെ ആയുധമാക്കി. വീട്ടിൽ തന്നെ അച്ചാറുകളും പലഹാരങ്ങളും ഉണ്ടാക്കി അടുത്ത കടകളിൽ വിറ്റു തുടങ്ങി.
ഉറക്കമില്ലാത്ത രാത്രികൾ. ഒരു വശത്ത് ബിസിനസ്, മറുവശത്ത് കുട്ടികളുടെ കാര്യങ്ങൾ. എന്നാൽ അവൾ തളർന്നില്ല. ഓരോ പരാജയവും അവൾക്ക് പുതിയ പാഠമായി. പതിയെ അഞ്ജലിയുടെ പലഹാരങ്ങളും അച്ചാറുകളും നഗരത്തിൽ അറിയപ്പെട്ടു തുടങ്ങി. അവളുടെ അച്ചാറുകൾക്ക് ആവശ്യക്കാർ ഏറി. ആരുടെയും സഹായമില്ലാതെ അവൾ ഒരു ചെറിയ കട വാടകയ്ക്കെടുത്തു. താൻ ഉണ്ടാക്കിയ ആഹാരത്തിന്റെ രുചി അവൾക്ക് പുതിയ ജീവിതത്തിന്റെ രുചിയായി. അഞ്ജലി പോയതോടെ വിവേക് വീട്ടിൽ ഒറ്റയ്ക്കായി. അമ്മയുടെ വാക്കുകളിൽ വിവേക് തളർന്നു പോയിരുന്നു. തന്റെ ഭാര്യയുടെ വില അദ്ദേഹത്തിന് വൈകിയാണെങ്കിലും മനസ്സിലായി. തന്റെ മൗനമാണ് അവരെ തന്റെ ജീവിതത്തിൽ നിന്ന് അകറ്റിയതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. വർഷങ്ങൾ നീണ്ട മൗനത്തിന് ശേഷം അദ്ദേഹം അമ്മയുടെ സമ്മർദ്ദമില്ലാതെ സ്വന്തം ഭാര്യയെയും മക്കളെയും തേടിയിറങ്ങി. ഒടുവിൽ തിരക്കിട്ട ഒരു നഗരത്തിലെ ഒരു കടയുടെ മുന്നിൽ വെച്ച് അവർ കണ്ടുമുട്ടി. വിവേക് ആ പഴയ നിസ്സഹായയായ വീട്ടമ്മയായിരുന്നില്ല അവിടെ കണ്ടത്. സ്വന്തം ബിസിനസ് നോക്കി നടത്തുന്ന ശക്തയായ ഒരു സ്ത്രീയെയായിരുന്നു അദ്ദേഹം അവിടെ കണ്ടത്. അദ്ദേഹം നിറകണ്ണുകളോടെ അഞ്ജലിയോട് മാപ്പപേക്ഷിച്ചു. പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അഞ്ജലിയോട് അയാൾ യാചിച്ചു. അഞ്ജലി, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു. ഞാൻ അന്ന് നിശബ്ദനായപ്പോൾ, നിന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ ഞാൻ നിന്റെ ആത്മാഭിമാനമാണ് തകർത്തത്. നീ പോയതിനു ശേഷം ഞാൻ ആകെ തകർന്നുപോയി. എന്റെ വീട്ടിൽ നിന്റെ സ്നേഹമില്ലാതെ ഒരു നിമിഷം പോലും സമാധാനം ഉണ്ടായില്ല. നിങ്ങൾ എന്റെ ആത്മാഭിമാനത്തെ മാത്രമല്ല തകർത്തത് വിവേകേട്ടാ, നിങ്ങൾ നമ്മുടെ മക്കളുടെ സുരക്ഷിതത്വമാണ് ഇല്ലാതാക്കിയത്. ആ വീട്ടിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയില്ല. നിങ്ങൾ എന്നും അമ്മയുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിന്നു. എനിക്ക് തെറ്റുപറ്റിപ്പോയി അഞ്ജലി. ഈ വളർച്ച, ഇത് ഞാൻ വിചാരിച്ചതിലും വലുതാണ്. നീ തനിച്ചാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ നിന്നെ എത്രമാത്രം ആശ്രയിച്ചിരുന്നുവെന്ന്. പഴയതുപോലെ നമുക്ക് തിരിച്ചു പോകാം. അഞ്ജലിക്ക് ചിരിയാണ് അന്നേരം വന്നത്. എന്നാൽ ആ ചിരിയിൽ ഒരു വേദനയും ഉണ്ടായിരുന്നു. തിരിച്ചു പോകാനോ? അങ്ങോട്ട് തിരിച്ചുപോയാൽ ഞാൻ വീണ്ടും നിങ്ങളുടെ അമ്മയുടെ ആജ്ഞകൾ കേട്ട് അടുക്കളയിൽ ഒതുങ്ങിപ്പോകില്ലേ? ഞാനിപ്പോൾ എന്റേതായ ഒരിടം കണ്ടെത്തി. ഇതാണ് എന്റെ വീട്. ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ എന്റെ സ്ഥാപനം. ഇവിടെ എന്റെ വാക്കുകൾക്കാണ് വില. എന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. എനിക്കറിയാം നിന്റെ ശക്തി ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നതും. ഞാൻ പഴയ വിവേകല്ല അഞ്ജലി. നിന്റെ കൂടെ ഞാൻ എന്നും ഉണ്ടാകും. അതിനുവേണ്ടിയാണ് എന്റെ പഴയ ജീവിതം ഉപേക്ഷിച്ചത്. ഞാൻ നിന്റെ ഭർത്താവായിട്ടല്ല, നിന്റെ ബിസിനസ്സിലെ പങ്കാളിയായി, നിന്റെ സഹായിയായി. നിന്റെ ഈ പുതിയ ലോകത്തിൽ എന്റെ മക്കൾക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ഞാനും കഷ്ടപ്പെടാൻ തയ്യാറാണ്. നിറഞ്ഞു വന്ന കണ്ണുകളോടെ അഞ്ജലി വിവേകിന്റെ കണ്ണുകളിലേക്ക് നോക്കി. നിങ്ങൾ നിങ്ങളുടെ അമ്മയെ പേടിക്കുന്ന മോനല്ലേ? എന്നും നിങ്ങളുടെ ഭാര്യയെ പിന്തുണയ്ക്കുന്ന ഭർത്താവാണെന്ന് തെളിയിക്കണം. നിങ്ങളുടെ വാക്കുകളിലല്ല, നിങ്ങളുടെ പ്രവൃത്തികളിലാണ് എനിക്ക് വിശ്വാസം. വിവേക് ദൃഢനിശ്ചയത്തോടെ, ഞാൻ തെളിയിക്കും. എന്റെ മക്കൾക്ക് ഞാനൊരു നല്ല അച്ഛനായിരിക്കും. നിനക്കൊരു നല്ല പങ്കാളിയായിരിക്കും. അഞ്ജലി മെല്ലെ കൗണ്ടറിന് പുറത്തേക്ക് വന്ന് വിവേകിന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. ഇത് നമ്മുടെ രണ്ടുപേരുടെയും പുതിയ ജീവിതമാണ്. ഇന്നവർ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. മാനസികമായി തകർന്ന ഒരു സ്ത്രീയിൽ നിന്ന് സ്വന്തം കുടുംബത്തിനു വേണ്ടി ഒരു തണലായി മാറിയ അഞ്ജലിയുടെ കഥയാണിത്. ഓരോ സ്ത്രീക്കും സ്വന്തമായ ഒരു ജോലി വേണമെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. എൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ.